ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകാൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാനായി ഡോക്ടർ വി നാരായണൻ നിയമിതനായി. തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടർ ഡോക്ടർ വി നാരായണനെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ISRO ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജനുവരി 14-ന് വിരമിക്കുന്ന ഡോക്ടർ എസ് സോമനാഥിന് ശേഷം ഡോക്ടർ വി നാരായണൻ ചുമതലയേൽക്കും. കന്യാകുമാരിയിലാണ് ജനനമെങ്കിലും മലയാളിയായാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എസ് സോമനാഥിന്റെ പിൻഗാമിയായി എത്തുന്ന നാരായണൻ റോക്കറ്റ് ബഹിരാകാശ പേടക സാങ്കേതിക വിദ്യയിൽ 4 പതിറ്റാണ്ടോളം അനുഭവപരിചയമുള്ള ഒരു അതുല്യ ശാസ്ത്രജ്ഞനാണ്. 2 വർഷത്തേക്കാണ് നിയമനം. 1984-ൽ ISROയിൽ കരിയർ ആരംഭിച്ച ഡോക്ടർ നാരായണൻ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ സൗണ്ടിംഗ് റോക്കറ്റുകളുടെയും ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നിവയുടെ സോളിഡ് പ്രൊപ്പൽഷൻ വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനം. പിന്നീട് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറായി 2018-ൽ അദ്ദേഹം നിയമിതനായി. വിക്ഷേപണ വാഹനങ്ങൾക്കായുള്ള ലിക്വിഡ് സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ LPST ആണ് നിർണായക പങ്കുവഹിക്കുന്നത്. ഡോക്ടർ നാരായണന്റെ പ്രധാന സംഭാവനകളിൽ ഒന്ന് ക്രയോജനിക് സാങ്കേതികവിദ്യയിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമാണ്. IIT ഖരഗ്പൂരിൽ നിന്ന് ക്രയോജനിക് എഞ്ചിനീയറിംഗിൽ M.Tech ബിരുദം നേടിയ അദ്ദേഹം ജിയോ സിൻക്രണസ് ലോഞ്ച് വെഹിക്കിളുകളുടെ ക്രയോജനിക് പ്രൊപ്പൽഷൻ ഘട്ടങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ LPC GSLV Mark II വാഹനത്തിനായി ക്രയോജനിക് അപ്പർ സ്റ്റേജ് വിജയകരമായി വികസിപ്പിക്കുകയും ചെയ്തു. ഇത് ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ക്രയോജനിക് പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലും ഡോക്ടർ നാരായണൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ക്രയോജനിക് ഘട്ടങ്ങളുടെ ഹ്യൂമൻ റേറ്റിംഗിലും ക്രൂ സർവീസ് മോഡ്യൂളുകൾക്കായുള്ള പ്രൊപ്പൽഷൻ മൊഡ്യൂളുകളുടെ വികസനത്തിലും അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ ഭാവിയിലെ ഇന്ത്യൻ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളുടെ പേലോഡ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഒരു സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി വരികയാണ്. ഡോക്ടർ നാരായണന്റെ സംഭാവനകളെ മാനിച്ച് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ 2018-ൽ, IIT ഖരഗ്പൂരിൽ നിന്നുള്ള വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥി അവാർഡ് 2019-ലെ ദേശീയ ഡിസൈൻ അവാർഡ് എന്നിവ അവയിൽ പ്രധാനമാണ്. കൂടാതെ ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ആസ്ട്രോനോട്ടിക്സ്, ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, എയ്റോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ അദ്ദേഹം അംഗമാണ്. 1200-ലധികം ആന്തരിക റിപ്പോർട്ടുകളും 50 ജേണലുകളും കോൺഫറൻസ് പേപ്പറുകളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുൻ ചെയർമാൻ എസ് സോമനാഥിന്റെ നേതൃത്വത്തിൽ ISRO ഒട്ടനവധി നാഴികക്കല്ലാണ് പിന്നിട്ടത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയകരമായ വിക്ഷേപണവും സോഫ്റ്റ് ലാൻഡിംഗും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ്. കൂടാതെ മംഗൾയാൻ ദൗത്യത്തിന്റെ വിജയത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ISROയുടെ പുതിയ ദൗത്യം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യം തെളിയിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഈ സാങ്കേതികവിദ്യയിൽ വൈദഗ്ധ്യം നേടുന്നതിലൂടെ ബഹിരാകാശ ഡോക്കിംഗ് വൈദഗ്ധ്യമുള്ള രാജ്യങ്ങളുടെ ക്ലബ്ബിൽ ചേരാൻ ഇന്ത്യക്ക് സാധിക്കും. വലിയ ബഹുമതിയാണ് പുതിയ സ്ഥാനമെന്ന് വി നാരായണൻ പറഞ്ഞു. വിക്രം സാരാഭായ് അടക്കമുള്ള പ്രമുഖർ വഹിച്ച സ്ഥാനത്തേക്ക് പരിഗണിച്ചതിൽ രാജ്യത്തോട് നന്ദി പറയുന്നു. എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു.